ശുംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിഹായ സ്നേഹം നിറഞ്ഞവരെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പഠന പരമ്പരയുടെ 21ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ദൈവസ്നേഹത്തിലുള്ള പൂർണ്ണമായ ആനന്ദത്തെയും കുറിച്ചാണ് പ്രത്യേകമായിട്ട് ഈ നമ്പറിൽ പറയുക. നമ്മുടെ ക്രൈസ്തവ പ്രത്യാശയുടെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. അതായത് മരണാനന്തര ജീവിതം. ലക്ഷ്യമെന്ന് പറയുന്നത് ഈശോയോടുകൂടി ഈ ലോകത്തിനപ്പുറം നാം നിത്യജീവൻ കണ്ടെത്തും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിത്യജീവൻ കണ്ടെത്താൻ വേണ്ടി ഈശോ നമുക്ക് വാഗ്ദാനമായി നൽകിയിരിക്കുന്ന നമ്മുടെ ലക്ഷ്യമായ ആ നിത്യജീവനിലേക്കുള്ള, അത് ഈശോയോടൊപ്പമുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് പറയുക. ദൈവവുമായുള്ള പൂർണ്ണ കൂട്ടായ്മയിൽ നാം എന്നെന്നും അവിടുത്തെ അനന്ത സ്നേഹം ധ്യാനിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുമെന്നാണ് പറയുക. ഇവിടെ പ്രത്യാശയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് നാം ഇപ്പോൾ പ്രത്യാശയിൽ അനുഭവിക്കുന്ന അന്ന് നാം യഥാർത്ഥത്തിൽ കാണാനായിട്ട് പോവുകയാണ്. അതുപോലെ നിത്യജീവനിൽ നാം അനുഭവിക്കുന്ന പൂർണ്ണമായ ആനന്ദം എന്താണ്, അത് ഈ ലോകത്തിലെ നൈമിഷിക ആനന്ദങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ അടിത്തറ എന്താണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ ധ്യാനം ഒരു സത്യമായ ജീവിതം എങ്ങനെയാണ് ഒരു സത്യമായ ജീവിതം ജീവിക്കേണ്ടത് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകളിലൂടെ ഒരു പരിപൂർണ കൂട്ടായ്മയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവവുമായുള്ള ഒരു പരിപൂർണ കൂട്ടായ്മയുടെ അവസ്ഥയെക്കുറിച്ചാണ് വിശുദ്ധ അഗസ്തീൻ പഠിപ്പിക്കുക. പൂർണ്ണ സത്തയോടുള്ള ഐക്യം എന്നാണ് പറയുന്നത്. ദൈവവുമായി ഒന്നായി തീരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറയുകയാണ്. ഞാൻ അങ്ങയിൽ എൻ്റെ പൂർണ്ണ സത്തയോടെ ആയിരിക്കുമ്പോൾ പിന്നെ വേദനയും കഷ്ടപ്പാടുമില്ല. എൻ്റെ ജീവിതം സത്യമായ ജീവിതമായിരിക്കും, അത് പൂർണ്ണമായും അങ്ങയാൽ നിറഞ്ഞിരിക്കും. ഇത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ അതേ വാക്കുകളാണ്. ഞാൻ അങ്ങയിൽ എൻ്റെ പൂർണ്ണ സത്യയോടെ ആയിരിക്കുമ്പോൾ പിന്നെ വേദനയും കഷ്ടപ്പാടുമില്ല. എൻ്റെ ജീവിതം സത്യമായ ജീവിതമായിരിക്കും, അത് പൂർണ്ണമായും അങ്ങയാൽ നിറഞ്ഞിരിക്കും. ഇവിടെ വേദനയില്ലായ്മ എന്ന് പറയുന്നത് ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിൽ വേദനയും കഷ്ടപ്പാടും അവസാനിക്കുന്നു എന്നുള്ളതാണ്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മുൻ ക്ലാസ്സുകൾ നമ്മൾ കണ്ടതുപോലെ ഇന്നത്തെ വേദനയും കഷ്ടപ്പാടുമെല്ലാം നിത്യജീവനിലേക്കുള്ള ആ വലിയ നന്മയെക്കുറിച്ച് ഓർക്കുമ്പം നമുക്കതിനെയെല്ലാം നേരിടാനായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കാനായി സാധിക്കും എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ സത്യമായ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം സത്യമായ ജീവിതമായിരിക്കും. എങ്ങനെയാണ് പറയുകയാണ്, ദൈവസ്നേഹം കൊണ്ട് പൂർണ്ണമായും നിറയുന്ന അവസ്ഥയാണ് ഈ സത്യമായ ജീവിതമെന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ ഒരു സത്യമായ ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത് എന്ന് വ്യക്തിപരമായി നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. അതായത് ദൈവസ്നേഹത്തിൽ പൂർണ്ണമായും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് സത്യമായ ജീവിതം നയിക്കുന്ന വ്യക്തിയെന്ന് വിശുദ്ധ അഗസ്തീൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ എന്താണ് ഈ ഒരു ആനന്ദം എന്നുകൂടി നമ്മൾ അറിയണം. ഇവിടെ സന്തോഷത്തിൻ്റെ അപ്പുറം ഒരു ആനന്ദം, അത് നമ്മുടെ മാനുഷികമായൊരു ദൈവവിളി എന്നാണ് സഭ പഠിപ്പിക്കുക. ഒരു മാനുഷികമായ വിളിയാണ്, ദൈവവിളിയാണ് ആനന്ദത്തിലേക്ക്. എല്ലാവരും അഭിലഷിക്കുന്ന ലക്ഷ്യമാണ് ആനന്ദഭരിതരായിരിക്കുക, ആനന്ദത്തോടെ ആയിരിക്കുക. ഇതൊരു നൈമിഷികമായ ഒരു സുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തെക്കുറിച്ചുള്ളതല്ല. നമ്മൾ കാത്തിരിക്കുന്ന ആനന്ദം എന്നത് ക്ഷണികമായ ഒരു കാര്യമല്ല, നൈമിഷികമായ കാര്യമല്ല. അത് ലോകത്തിൽ നാം അനുഭവിക്കുന്ന ആനന്ദങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ദാഹമായി മതിവരാതെ ഇനിയും നിറയാനുള്ളതുപോലെ അവശേഷിക്കുകയാണ്. ആ ഒരു ആനന്ദത്തിലേക്ക് ഇനിയും നിറയാനുള്ളൊരു ആനന്ദം, അതിന് നിയതമായ ആനന്ദം, നമ്മിൽ സ്നേഹമെന്ന സാഫല്യം കൊണ്ടുവരാൻ ഉതകുന്ന നിയതമായ ആനന്ദത്തെയാണ് നമ്മൾ അഭിലഷിക്കുക. അപ്പം യഥാർത്ഥത്തിൽ ആനന്ദം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് കൂടിയായിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആനന്ദം എന്ന് പറയുക. അങ്ങനെ ആനന്ദത്തിലായിരിക്കുമ്പോഴാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മിൽ നിറയുകയും ഒരു സത്യമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുക.
അങ്ങനെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ആനന്ദത്തിലായിരിക്കുന്ന അവസ്ഥയാണ് നിത്യജീവൻ എന്ന് പറയുക. അതായത് നിത്യജീവൻ എന്നത് സ്നേഹമുള്ള ഒരു പൂർണ്ണമായ ഉറപ്പാണ്, സ്ഥിരമായ നിലനിൽപ്പാണ്. അതുകൊണ്ടാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഞാൻ സ്നേഹിക്കപ്പെടുന്നു, അതിനാൽ ഞാൻ നിലനിൽക്കുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് ഇവിടെ വരികയാണ്. ഞാൻ സ്നേഹിക്കപ്പെടുന്നു, അതിനാൽ ഞാൻ നിലനിൽക്കുന്നു. എന്നെ ഒരിക്കലും നിരാശനാക്കാത്ത സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്നെന്നും ജീവിക്കും. ആ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും എന്നെ വേർപെടുത്താനാവില്ല. അതാണ് അപ്പോസ്തലൻ്റെ വാക്കുകളെന്ന് പറയുന്നത്. അവിടെ അവസാനിക്കാത്ത സ്നേഹമുണ്ട്, നിരാശനാക്കാത്ത സ്നേഹമുണ്ട്, വേർപെടുത്താനാവാത്തൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഒന്നിനും എന്നെ വേർപെടുത്താനാവില്ല. ഇവിടെ സ്ഥിരമായ സ്നേഹം എന്നൊരു നിത്യജീവനാണ് ഒരു സ്ഥിരമായ സ്നേഹം എന്ന് പറയുക. അതുപോലെ അത് നിത്യജീവൻ നിലനിൽക്കുന്നതാണ്, എപ്പോഴും നിലനിൽക്കുന്നത്, അവസാനിക്കാത്ത സ്നേഹമാണ്, നിരാശനാക്കാത്ത സ്നേഹമാണ്. ആ നിരാശനാകാത്ത സ്നേഹത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ വേർപെടുത്താനാവാത്തൊരു ബന്ധമാണ്. ആ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും എന്നെ വേർപെടുത്താനാവില്ല എന്നുള്ളതാണ്. പൗലോസിൻ്റെ അപ്പോസ്തലൻ്റെ ഈ വേർപെടുത്താനാവാത്ത സ്നേഹത്തെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ പ്രത്യാശയുടെ ഉറപ്പെന്ന് പറയുന്ന വാക്കുകളിലൂടെ വീണ്ടും വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്: എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 38-39 വാക്യമാണ്. പൗലോസ് പറയുകയാണ്, ഇങ്ങനെയുള്ള ഒന്നും യേശു ക്രിസ്തുവിനോടുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പോട് പറയുകയാണ്. ഈ ലോകത്തിലെ ശക്തികൾക്കോ സമയത്തിനോ സൃഷ്ടികൾക്കോ ഒന്നും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ തകർക്കാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ നിത്യമായ പ്രത്യാശയുടെ ഏറ്റവും വലിയ ഉറപ്പ്. പ്രത്യാശയുടെ ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത്, കുറച്ച് ഉറപ്പിൻ്റെ നമ്മൾ കണ്ടിരുന്നു. ഉറപ്പെന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ശക്തിക്കോ സമയത്തിനോ സൃഷ്ടിക്കോ ഒന്നും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ തകർക്കാൻ കഴിയില്ല. ആ പ്രത്യാശയിൽ വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഇന്നത്തെ ഒരു ക്ലാസ്സിൻ്റെ ഒരു ബഹുസംഹാരം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്, നമ്മുടെ പ്രത്യാശയുടെ ഏറ്റവും ലക്ഷ്യമെന്ന് പറയുന്നത് നൈമിഷികമായൊരു ആനന്ദമല്ല, മറിച്ച് ദൈവവുമായുള്ള നിത്യവും പൂർണ്ണവുമായ സ്നേഹബന്ധമാണ്. ഇത് അവസാനിക്കാത്ത ഒരു സ്നേഹമാണ്. നമുക്ക് നമ്മുടെ അനന്തമായ സ്നേഹത്തെ കാംക്ഷിച്ച് വേദനകളിലും കഷ്ടപ്പാടുകളിലും പ്രത്യാശയോടെ ജീവിക്കാനായി സാധിക്കണം. ഇന്നത്തെ ഒരു ചോദ്യം ഇതാണ്: ഞാൻ ദൈവസ്നേഹത്തിലുള്ള പൂർണ്ണമായ ആനന്ദത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വ്യക്തിയാണ്. ഞാനെന്ന വ്യക്തി ദൈവസ്നേഹത്തിലുള്ള പൂർണ്ണമായ ആനന്ദത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വ്യക്തിയാണ്. ഈ ലോകത്തിലെ യാതൊന്നിനും എന്നെ ദൈവസ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ലെന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ വ്യക്തിജീവിതം വെച്ചുകൊണ്ട് നമുക്ക് പരിശോധിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.